So hello guys, my name is Nikhil. So ഇവിടെ നമ്മൾ വെക്ടേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് നമ്മൾ വെക്ടറിന്റെ ലാസ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോവാണ്, കോൾഡ് ആസ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പല ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് രണ്ട് ടോപ്പിക് ഉണ്ട്. ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും പിന്നെ ഒന്ന് വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് രണ്ട് വെക്ടേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ രണ്ട് വെക്ടേഴ്സ് നമുക്ക് സ്കെയിലാർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ കിട്ടുന്ന ആൻസർ ഒരു സ്കെയിലാർ ആയിരിക്കും. അതിനെ നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് വെക്ടർ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം, വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ ഒരു വെക്ടർ ആയിരിക്കും. അതിന് നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. കാര്യം മനസ്സിലായി? അങ്ങനെ നമുക്ക് രണ്ട് ടോപ്പിക് ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ സ്കെയിലാർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ വേറൊരു പേരാണ്, അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. ഡോട്ട് പ്രൊഡക്റ്റ്. സോ സ്കെയിലാർ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, കാരണം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ സ്കെയിലാർ പോലെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോട്ട് ഇട്ടാൽ മതി. അതാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ വെക്ടർ പ്രൊഡക്റ്റിന് വേറൊരു പേരാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. ക്രോസ് പ്രൊഡക്റ്റ്. സോ വെക്ടർ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രോസ് പ്രൊഡക്റ്റ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈസ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ് നമ്മൾ എഴുതുന്നത്. കാര്യം മനസ്സിലായി? അതായത് വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നടുക്കൊരു ക്രോസ് ഇട്ടാൽ മതി. അതുകൊണ്ട് അതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. സോ അതിൻ്റെ ഇത് രണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്, എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും. ക്ലിയർ അല്ലേ? ഇനി ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതിൻ്റെ പേര് തന്നെയുണ്ട്. അതായത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സ്കെയിലാർ പോലെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ആൻസർ കിട്ടുമല്ലോ, ആ ആൻസർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ എയും ബിയും തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ഒരു വെക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? സോ ഇറ്റ് ഗിവ്സ് ആ സ്കെയിലാർ ആൻസർ അല്ലെങ്കിൽ ഒരു സ്കെയിലാർ വാല്യൂ. മനസ്സിലായല്ലോ? ഇവിടെ ആണെങ്കിൽ ഇറ്റ് ഗിവ്സ് ആ വെക്ടർ വാല്യൂ അല്ലെങ്കിൽ വെക്ടർ ആൻസർ. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നെ നമുക്ക് സ്കെയിലാർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇത് ഡോട്ട് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് ഇത് സ്കെയിലാർ പ്രൊഡക്റ്റ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് അടുത്ത വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തി ആയിപ്പോൾ. ഓക്കെ, സോ ഇനി വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഓക്കെ, ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിന് വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, എ ബി കോസ് തീറ്റ. അങ്ങനെ എഴുതിയാൽ മതി, എ ബി കോസ്. എ എന്ന് പറയുന്നത് അതിൻ്റെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ്, അതുപോലെ ബിയും വെക്ടർ ബീൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, സോ എ ഡോട്ട് ബീൻ്റെ വാല്യൂ എന്തുവാ? എ ഡോട്ട് ബീൻ്റെ വാല്യൂ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അതിൽ ഇതെന്തുവാ? ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അതുപോലെ ബി എന്തുവാ? ബി മാഗ്നിറ്റ്യൂഡ് ബി ആണ്. ഓക്കെ, വെക്ടർ ബീൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. കാര്യം മനസ്സിലായല്ലോ? ഇനി ഈ തീറ്റ എന്തുവാണ്? ദിസ് തീറ്റ is the angle between vector A and vector B. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എ ഡോട്ട് ബിൻ്റെ വാല്യൂ, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലാർ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ വാല്യൂ എന്തുവാണ്? എന്റെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിൽ തീറ്റ എന്താണ്? എയും ബി തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, സിമ്പിൾ. ഇനി ഒന്ന് ആലോചിക്കടാ, ഇപ്പം നമുക്ക് എ ഡോട്ട് ബിയുടെ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, എയും ബിയുടെ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ സാധനം മാക്സിമം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റയും മാക്സിമം ആയാൽ മതി. ഇനി കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ നമുക്കറിയാതെ +1 ആണ് അല്ലേ? ഇനി കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ +1 കിട്ടുന്ന എപ്പോഴാണ്? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുമ്പോഴാണ് അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എ ഡോട്ട് ബിയുടെ മാക്സിമം വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്? തീറ്റ എന്താവുമ്പോൾ? തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ. ഇനി തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? എയും ബി തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് എയും ബിയും എങ്ങനെ ആയിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ? അപ്പോൾ വേർ എ ആൻഡ് ബി, വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പാരലൽ. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ?
അപ്പോൾ എ ഡോട്ട് ബിയുടെ മാക്സിമം വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്? ആ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആകുമ്പോഴാണ്. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇനി മിനിമം പറയാം. അപ്പോൾ മിനിമം ആകുമ്പോഴത്തേക്കും എ ഡോട്ട് ബിയുടെ മിനിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ മിനിമം ആയിരിക്കണം. കോസ് തീറ്റയുടെ വാല്യൂ മിനിമം എത്രയാ? -1 അല്ലേ? കോസ് തീറ്റയുടെ വാല്യൂ മിനിമം -1 ആണ്. അപ്പോൾ അത് മിനിമം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മിനിമം ആവും അല്ലേ? ഇനി കോസ് തീറ്റയുടെ വാല്യൂ മിനിമം -1 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാ? അത് പൈ ആണെന്ന് അറിയാലോ, പൈ. അപ്പോൾ തീറ്റയുടെ വാല്യൂ പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് എ ആൻഡ് ബി ഈസ് ആൻറ്റി പാരലൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. എയും ബി മിനിമം ആയിരിക്കണമെന്നുണ്ടെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് എ ആൻഡ് ബി ഷുഡ് ബി ആൻറ്റി പാരലൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ഇവിടെ എ ഡോട്ട് ബിൻ്റെ വാല്യൂ 0 കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് മാഗ്നിറ്റ്യൂഡ് ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 0 ആവാം. ഈ വാല്യൂ 0 പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആവാം അല്ലെങ്കിൽ ബി 0 ആവാം. ഇപ്പം തൽക്കാലം ഇത് രണ്ടും ബി 0 അല്ലാന്നിരിക്കട്ടെ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? തീറ്റയുടെ വാല്യൂ π/2 ആയാൽ പോരെ, 90 ഡിഗ്രി ആയാൽ പോരെ. കാരണം നമുക്കറിയാം cos 90 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആണെങ്കിലും ഇത് 0 ആയി പോലെ ഇത് മൊത്തം 0 ആയി പോകും, ശരിയല്ലേ? അപ്പോൾ എ ഡോട്ട് ബി 0 ആവുന്ന എപ്പോഴാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എയും ബി എങ്ങനെ ആയിരിക്കും? എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ മാക്സിമം വാല്യൂ, ആൻറ്റി പാരലൽ ആണെങ്കിൽ മിനിമം വാല്യൂ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ആണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എയും ബിയും പെർപെൻഡിക്കുലർ ആകുമ്പോൾ എ ഡോട്ട് ബി എത്രയാ? എ ഡോട്ട് ബി ഈസ് 0 ആണ്. കാര്യം മനസ്സിലായല്ലോ? ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പഠിച്ചായിരുന്നു. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്, അതൊക്കെ ഓർക്കുന്നുണ്ടോ? അതായത് ഐ ക്യാപ് എങ്ങനെയായിരുന്നു? എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞത് അല്ലേ? അതുപോലെ വൈ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആയിരുന്നു ജെ ക്യാപ്പ് അല്ലേ? അതുപോലെ ഇസഡ് ആക്സിസിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആയിരുന്നു കെ ക്യാപ്പ്. അറിയാലോ? ക്ലിയർ അല്ലേ? ഇനി യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? നമുക്കറിയാം യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതറിയാലോ? അത് ജെയും കെയും ഒക്കെ ആണെങ്കിൽ എല്ലാം 1 ആണ് അല്ലേ? നമുക്ക് കഴിഞ്ഞ വീഡിയോ പഠിച്ചാ ഏത് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഓൾവേസ് 1 ആണ്. അപ്പൊ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിക്കടാ. നമുക്കിപ്പോൾ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഐനെ ഐയുമായിട്ട് ഡോട്ട് ചെയ്യുക. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. ഐ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോട്ട് കണ്ടുപിടിക്കുന്നതിന്റെ വാല്യൂ എന്തുവാ? എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തുവാ? എ ബി കോസ് തീറ്റ അല്ലേ? അപ്പോൾ എക്ക് പകരം ഐ ആണ്, ബിക്ക് പകരം ഐ ആണ്. അപ്പോൾ ഐ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരുമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ 1 അല്ലേ? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഐ ഡോട്ട് ഐ എന്ത് കിട്ടും? ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നറിയാം, അടുത്ത മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ഇൻറ്റു കോസ് തീറ്റ. ഐയും ഐ തമ്മിലുള്ള തീറ്റ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാ അല്ലേ? ഇനി കോസ് 0 എത്രയാണ്? അത് 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ ജെ ഡോട്ട് ജെ എന്ത് കിട്ടും? ഇത് ക്യാപ്പ് ഉണ്ട് കേട്ടോ, ക്യാപ്പ് വരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ, ക്യാപ്പ് ഉണ്ട്. ജെ ഡോട്ട് ജെയുടെ വാല്യൂ എത്ര ആയിരിക്കും ആലോചിക്കുക. ജെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു അടുത്ത ജെയും 1 ആണ് ഇൻറ്റു ജെയും തമ്മിലുള്ള ആംഗിളും എത്ര തന്നെ? 0 ഡിഗ്രി തന്നെ. അപ്പോൾ അതും കോസ് 0 ഡിഗ്രി തന്നെ വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 തന്നെയാണ് അല്ലേ? സിമിലർലി കെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പിൻ്റെ വാല്യൂ എത്ര തന്നെ വരും? 1 തന്നെ വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഐ ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു കെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ചേക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താ ഉദ്ദേശിച്ചത്? ഒരു യൂണിറ്റ് വെക്ടറിനെ അതിൻ്റെ തന്നെ വേറെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും 1 ആണ് കിട്ടുന്നത്. ഐനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്, ജെനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്, കെനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഐയും ജെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഐ ഡോട്ട് ജെ ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 1 ആണ്, ജെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി കോസ് തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം ജെയും ഐയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രിയാണ്.
അപ്പോൾ അത് എത്രയെന്നായി പോകും? അത് cos 90 ഡിഗ്രി എന്ന് വരത്തില്ലേ? ഇനി cos 90 ഡിഗ്രി നമുക്കറിയാം ഇത് 0 ഡിഗ്രിയാണ് അല്ലേ, 0 ആണ്. അപ്പോൾ ഇതെന്തായി പോകും? 0 ആയി പോകും. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ജെ ക്രോസ് കെ എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ജെ ഡോട്ട് കെ. അപ്പം ജെ ഡോട്ട് കെ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും നോക്കിയാൽ, ജെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, കെയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പം 1 ഇൻറ്റു cos 90 തന്നെ വരത്തില്ലേ അല്ലേ? ജെയും കെയും തമ്മിൽ 90 ഡിഗ്രി തന്നെയാണ് അല്ലേ, ജെയും കെയും തമ്മിൽ 90 ഡിഗ്രി തന്നെയാണ്. അപ്പം ഇവിടെയും cos 90 തന്നെ വരും. അപ്പം ഇത് തന്നെ എന്തായി പോകും? 0 ആയി പോകത്തില്ലേ? cos 90 0 ആണെന്ന് നമുക്കറിയാം. അതുപോലെ കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിനെ കിട്ടും? ആ 1 ഇൻറ്റു കെയും ഐ തമ്മിൽ ആംഗിളും അത് 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ cos 90 എന്ന് വരും, അതും 0 ആയി പോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്തുവാ, അതായത് ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിത് ഒറ്റ ഒരു റൂള് പോലെ എഴുതാം. ദാറ്റ് ഈസ് ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? സെയിം യൂണിറ്റ് വെക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. അതേസമയം ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി പോകും. കാര്യം മനസ്സിലായല്ലോ? ഐയും ഐ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആ. പക്ഷെ ഐ വേറെ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായി പോകും? 0 ആയി പോകും. കാര്യം മനസ്സിലായാൽ? സോ വൈസ് വേഴ്സ ആണ്. ഓക്കെ, കാര്യം മനസ്സിലായാലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്യണം. ഓക്കെ, എ ഡോട്ട് ബി വേണം. അതിൽ എ തന്നിട്ടുണ്ട്, എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് ആണെന്നിരിക്കട്ടെ. എ ഇസഡ് കെ ക്യാപ്പ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, ഇതിന് എ എക്സ് എ വൈ ഒന്നും വേണ്ട, ഇനി x1 x2 x3 ആയിട്ട് എടുക്കാം. അപ്പോൾ ആകുമ്പോൾ ഈസി ആയിരിക്കും. x1 ഐ ക്യാപ്പ് പ്ലസ് y1 ജെ ക്യാപ്പ് പ്ലസ് z1 കെ ക്യാപ്പ് ആണെന്നിരിക്കട്ടെ എ. ഓക്കെ, അതുപോലെ ബിൻ്റെ വാല്യൂ ബി ഇസ് ഈക്വൽ ടു x2 ഐ ക്യാപ്പ് പ്ലസ് y2 ജെ ക്യാപ്പ് പ്ലസ് z2 കെ ക്യാപ്പ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അതായത് നമ്മൾ വെക്ടർ എനെ ഇപ്പോൾ അതിന് യൂണിറ്റ് വെക്ടർ ഫോമിൽ എഴുതിയേക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലേ യൂണിറ്റ് വെക്ടർ ഫോമൊക്കെ പഠിച്ച. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് ഫൈൻഡ് എ ഡോട്ട് ബി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ എന്തുവാ? x1 ഐ ക്യാപ്പ് പ്ലസ് y1 ജെ ക്യാപ്പ് പ്ലസ് z1 കെ ക്യാപ്പ് അല്ലേ, ഡോട്ട്. ഇനി ബിക്ക് പകരം x2 ഐ ക്യാപ്പ് പ്ലസ് y2 ജെ ക്യാപ്പ് പ്ലസ് z2 കെ ക്യാപ്പ്. ഇതല്ലേ വരുന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയാലോ. ആദ്യമേ x1 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പ്ലസ് ഇട്ടിട്ട് പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇത് അറിയാലോ. സോ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? അപ്പം എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ആദ്യം എന്ത് കിട്ടും? ദാറ്റ് ഈസ് x1 x2 ഐ ക്യാപ്പ് എന്ന് കിട്ടും അല്ലേ, പ്ലസ് x1 y2 അല്ലേ, x1 y2 ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്ന് കിട്ടും. ഇത് ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് കേട്ടോ, സോറി, ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് x1 ഐ ക്യാപ്പ് x2 ഐ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ x1 x2 ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ്. ഇനി അടുത്ത എന്തുവാ? ഇനി അടുത്ത് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x1 ഐ ക്യാപ്പ് ഇൻറ്റു y2 ജെ ക്യാപ്പ് എന്ന് വരും. സോ അപ്പോൾ x2 പ്ലസ് അപ്പോൾ x1 ഐ ക്യാപ്പ് ഇൻറ്റു y2 ജെ ക്യാപ്പ് അല്ലേ, ഇൻറ്റു അപ്പോൾ ഐ ഡോട്ട് ജെ എന്ന് വരും. ഓക്കെ, പ്ലസ് x1 ഇൻറ്റു z2 ഇൻറ്റു ഐ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്ന് വരുമല്ലോ അല്ലേ, പ്ലസ് ഇനി എന്താ വരുന്നത്? ഇനി y മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ y1 ഇൻറ്റു x2
ഇൻറ്റു ജെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് വരും അല്ലേ. പ്ലസ് ഇനി y1 ഇൻറ്റു y2 ഇൻറ്റു ജെ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്ന് വരും. പ്ലസ് പിന്നെ y1 ഇൻറ്റു z2 ഇൻറ്റു ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, പ്ലസ് എന്താ ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലേ. പ്ലസ് ഇവിടെ ഈക്വൽ ടു വരത്തില്ല, സോറി. പ്ലസ് ഇനി x3 മൾട്ടിപ്ലൈ ചെയ്യേണ്ട, y3 z1 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഇനി z1 മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുമായിട്ടും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ z1 ഇൻറ്റു x1 അത് ഐ ക്യാപ്പ് കെ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് വരും. പ്ലസ് ഇനി z1 ഇൻറ്റു y2 അല്ലേ, കെ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്ന് വരും. പ്ലസ് ഇനി z1 ഇൻറ്റു z2 അല്ലേ, അത് കെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, ഇതല്ലേ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഐ ഡോട്ട് ജെ നമ്മൾ യൂണിറ്റ് വെക്ടറിൻ്റെ ഫോമിൽ മൾട്ടിപ്ലൈ ചെയ്തു. കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഐ അല്ലെങ്കിൽ ജെ അല്ലെങ്കിൽ കെ സിമിലർ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1ഉം ഡിഫറെൻ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായി പോവും, 0 ആയി പോവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു വാല്യൂ ഇത് ഐ ഡോട്ട് ഐ അല്ലേ, അപ്പോൾ ഐ ഡോട്ട് ഐ ആകുമ്പോൾ നമുക്കറിയാം ഐ ഡോട്ട് ഐ ഇസ് 1 അപ്പോൾ ഈ വാല്യൂ അങ്ങ് 1 ആയി പോവും. ഇനി ഐ ഡോട്ട് ജി ആകുമ്പോൾ 0 ആയി പോവുമല്ലോ, അപ്പോൾ ഈ മൊത്തം ടേം അങ്ങ് 0 ആയി പോവും, ശരിയല്ലേ. അതുപോലെ ഇവിടെ ഐ ഡോട്ട് കെ അപ്പോൾ ഇത് മൊത്തം ടേം 0 ആയി പോവും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ജെ ഡോട്ട് ഐയും ഡിഫറെൻ്റ് ആയിപ്പോയി, അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ഇനി ഇവിടെ ജെ ഡോട്ട് ജെ ആണ്, ജെ ഡോട്ട് ജെ നമ്മൾ സിമിലറാണ്, അപ്പോൾ അവിടെ 1 ആയി പോവും. ഓക്കെ, അതുപോലെ ഈ ടേം 0 ആയി പോവുമല്ലോ, ജെ ഡോട്ട് കെ അതുപോലെ ഇത് 0 ആയി പോവും, കെ ഡോട്ട് ഐ ആണ്, ഇതും 0 ആയി പോവും, കെ ഡോട്ട് ജെ പിന്നെ ഇത് മാത്രം മിച്ചം കിടക്കും, കെ ഡോട്ട് കെ എന്ന് പറയുമ്പോൾ 1. അപ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഐ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു x1 ഇൻറ്റു x2 അല്ലേ. ബാക്കി ഐ ഡോട്ട് ഐ 1 ആയി പോയി. പ്ലസ് y1 ഇൻറ്റു y2 പ്ലസ് z1 ഇൻറ്റു z2 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്ര മെനക്കെടേണ്ട ആവശ്യമില്ല, ആ സെയിം യൂണിറ്റ് നമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടിയത് നോക്കിയാൽ, എ ഡോട്ട് ബി നമുക്ക് എന്താ കിട്ടിയത്, x1 ഇൻറ്റു x2 പ്ലസ് y1 ഇൻറ്റു y2 പ്ലസ് z1 ഇൻറ്റു z2. അതായത് കോർഡിനേറ്റ് സമയം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഡോട്ട് ബി കണ്ടുപിടിക്കാനായിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായിരിക്കും എന്ത് എ ഡോട്ട് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എന്റെ വാല്യൂ, വെക്ടർ എന്റെ വാല്യൂ 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് കെ ക്യാപ്പ് ആണെന്നിരിക്കട്ടെ. ഇനി ബിന്റെ വാല്യൂ ഐ ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 2k ക്യാപ്പ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഫൈൻഡ് എ ഡോട്ട് ബി ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ചുമ്മാ എന്ത് ചെയ്താൽ മതി, ഈ x1 x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് y1 y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇവിടെ ഐ ക്യാപ്പ് അല്ല, അപ്പോൾ കൂടെ 1 ഉണ്ടല്ലോ, അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 3 എന്ന് വരും അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3 പ്ലസ് ഇവിടെ 1 ആണ് അല്ലേ, അപ്പോൾ 1 ഇൻറ്റു 2 എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 9 പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടത്തില്ല, അപ്പോൾ 13 എന്ന് കിട്ടും. അപ്പോൾ ഐ ഡോട്ട് ബി ഈസ് ഈക്വൽ എത്രയെന്ന് കിട്ടി, 13 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയാൽ കിട്ടുന്ന ആൻസറിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് എല്ലാം ഉണ്ടോ. നമ്മൾ എയിൽ ഐ ജെ കെ ഉണ്ടായിരുന്നു, കെയിലും ഐ ജെ കെ ഉണ്ടായിരുന്നു. കാരണം എ ഒരു വെക്ടറാണ്, ബിയും വെക്ടറാണ്, അപ്പോൾ അതിനകത്ത് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എ ഡോട്ട് ബി നമ്മൾ ചെയ്ത് കിട്ടിയ ആൻസറിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല, അത് നമ്പർ മാത്രമാണ്. ബിക്കോസ് ഇതെന്താണ്, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ സ്കെയിലാർ പ്രൊഡക്റ്റ് ആകുമ്പോൾ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, ഒരു സ്കെയിലാർ വാല്യൂ ആയിരിക്കും. നമ്മൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സ്കെയിലാറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൽ ഈ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഒന്നും കാണൂല, ഒരു നമ്പർ മാത്രമേ കാണത്തുള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ. വേണം ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇഫ് എ ഇസ് ഈക്വൽ ടു I cap plus 2j cap minus k cap and b is equal to 2i cap plus 3j cap. Okay, അങ്ങനെയാണെങ്കിൽ find the angle between a and b. Okay, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എൻട്രൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ.
ഇത് നമുക്ക് എ തന്നിട്ടുണ്ട്, വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. നമുക്ക് എയും ബി തമ്മിൽ ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഡോട്ട് എടുത്താൽ മതി. ഇത് എ ഡോട്ട് ബിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. അറിയാലോ. അപ്പോൾ ഇതിൽ നമുക്ക് തീറ്റ അല്ലേ വേണ്ട, കോസ് തീറ്റ അല്ലേ വേണ്ട. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ എന്തോന്ന് വരും? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് വരുമല്ലോ. കാര്യം മനസ്സിലായോ? നമുക്കിപ്പോൾ ആംഗിൾ അല്ലേ വേണ്ടേ, അപ്പോൾ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ. ഇനി എ ഡോട്ട് ബി കണ്ടുപിടിക്കുക, ഇനി എന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി അപ്പോൾ സോൾവ് ചെയ്തിടാം. അപ്പോൾ എ ഡോട്ട് ബി എന്തോന്ന് കിട്ടും? അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേ ഇതേ എ എന്ന് പറയുമ്പോൾ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് ഉണ്ട്. പക്ഷെ ബിയിൽ ഐയും ജെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ എന്തായിപ്പോയി? കെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കെ അവിടെ 0 ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കെ തന്നിട്ടില്ലെങ്കിൽ അത് 0 കെ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 0 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ കെ ഇല്ല. ഇനി മൾട്ടിപ്ലൈ ഡോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഡോട്ട് എടുക്കുമ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് ഇവിടെ നോക്കുമ്പോഴേ ഇത് -1 ആണ് കേട്ടോ. -1 ആണ്. അപ്പോൾ 1 എടുക്കരുത്, അവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ -1 ആണ് അവിടുത്തെ വാല്യൂ അല്ലേ. അപ്പോൾ -1 ഇൻറ്റു 0 എന്ന് വരും, ഡിവൈഡഡ് ബൈ, അതാണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ. എ ഡോട്ട് ബി കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്തോന്ന് വരും? ഇത് എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുത്താൽ പോരെ. റൂട്ട് ഓഫ് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ. അറിയാലോ. ഇത് ഓരോ മാഗ്നിറ്റ്യൂഡിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റൂട്ട് എടുത്താൽ മതി. യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ പഠിച്ചാൽ അല്ലേ. അപ്പോൾ ഓരോ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുമ്പോൾ എന്തോന്ന് കിട്ടും? ദാറ്റ് ഈസ് 1 + 4 + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √6 എന്ന് കിട്ടും. സിമിലർലി വെക്ടർ യൂണിറ്റ് വെക്ടർ വെക്ടർ ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തെന്ന് കിട്ടും? ദാറ്റ് ഈസ് √2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് 0ന്റെ സ്ക്വയറിൻ്റെ ഹോൾ റൂട്ട്. അപ്പോൾ 2² + 3² പ്ലസ് 0ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √4 + 9 അല്ലേ. 4 + 9 എന്ന് പറയുമ്പോൾ √13 ആണ്. കാര്യം മനസ്സിലായാലോ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തോന്ന് കിട്ടി? ദാറ്റ് ഈസ് √6 ഇൻറ്റു √13 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 2 + 6 അത് 0 ആയിപ്പോയില്ല, ഇത് 0 ആയിപ്പോയി, ഇത് വേണ്ടല്ലോ. 2 + 6 എന്ന് പറയുമ്പോൾ 8 അല്ലേ. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ √6 ഇൻറ്റു √13 എന്ന് വരും. ഇതാണ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിന് തീറ്റാൻ്റെ വാല്യൂ എന്ത് കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8 ഡിവൈഡഡ് ബൈ √6 ഇൻറ്റു √13. ഓക്കെ, അത് ഫർദർ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, അതങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതിന് കോസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തീറ്റാൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി. ഇതായിരിക്കും ഓപ്ഷനിൽ പലപ്പോഴും തരിക. ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും ഓപ്ഷനിൽ കാണുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. സോ ഇതുപോലെയാണ് ഡോട്ടും അല്ലെങ്കിൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഒരു 4-5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സോ പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്രോസ് പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരിക്കും. അതായത് എ ബിയുമായിട്ട് ഡോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ബിനെ എയുമായിട്ട് ഡോട്ട് ചെയ്താൽ രണ്ടും ഒരേപോലെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നെങ്കിൽ എനെ ബി കൊണ്ട് ഡോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിനെ എ കൊണ്ട് ഡോട്ട് ചെയ്യുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടിക്ക് ഒരു പേരുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യമേ, നമ്മളിനി അങ്ങോട്ട് വെക്ടർ പ്രൊഡക്റ്റ് പഠിക്കും. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൽ ഈ പ്രോപ്പർട്ടി ഇല്ല. അവിടെ എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഓക്കെ, ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി 2 എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എ ഡോട്ട് ബി അല്ലെ പോട്ടെ, എ ഡോട്ട് ബി പ്ലസ് സി ആണെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ, കുറച്ച് വൃത്തിയായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്തെന്ന് കിട്ടും? ദാറ്റ് ഈസ് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് കിട്ടും.
നമ്മൾ അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ സാധനം തന്നെ. ഓക്കെ, സോ ഇതിനൊരു പേരുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. വെറുതെ ഒരു ഭംഗിക്ക് ഒരു പേരിട്ട് കൊടുത്തതേ ഉള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മൾ സാധാ മാത്സിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, ഇനി തേർഡ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി മാക്സിമം കിട്ടുന്ന എപ്പോഴാണ്? എ ഡോട്ട് ബി ഈസ് മാക്സിമം വെൻ വെക്ടേഴ്സ് ആർ പാരലൽ ആണ് അല്ലേ. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ എത്ര ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ആൻഡ് സിമിലർലി എ ഡോട്ട് ബി മിനിമം കിട്ടുന്ന എപ്പോഴാണ്? വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ ആയിരിക്കും? ആൻറ്റി പാരലൽ ആയിരിക്കും. ദാറ്റ് ഈസ് തീറ്റ തമ്മിൽ 180 ഡിഗ്രി ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, എ ഡോട്ട് ബി 0 കിട്ടുന്ന എപ്പോഴാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്ടേഴ്സ് എങ്ങനെ ആയിരിക്കും? വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് വേറൊരു വേർഡാണ് ഓർത്തോഗോണൽ എന്ന് പറയും. ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ വേറൊരു വേർഡാണ്. ദാറ്റ് ഈസ് 2 വെക്ടേഴ്സ് ആർ ഓർത്തോഗോണൽ അല്ലെങ്കിൽ 2 വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, രണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പെർപെൻഡിക്കുലർ കാണത്തില്ല, ഓർത്തോഗോണൽ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, അതായത് നമ്മളിപ്പോൾ എ ഡോട്ട് ബി എങ്ങനെ പഠിച്ചേ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, അതിൽ എ മാഗ്നിറ്റ്യൂഡാണ്, ബി മാഗ്നിറ്റ്യൂഡാണ്. ഇതിൽ നമുക്ക് ഇപ്പം ബി കോസ് തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തോന്ന് കിട്ടൂടാ? ഇപ്പം ബി കോസ് തീറ്റ ഈ ടേം മാത്രം ഇവിടെ മെച്ചം വെക്കുകയാണെങ്കിൽ ബാക്കി എന്തോന്ന് കിട്ടും? ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പോൾ നമുക്ക് ഇതിനെ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഇങ്ങനെ എഴുതാമല്ലോ. ശരിയല്ലേ? ഇങ്ങനെ കിട്ടത്തില്ലേ? അല്ലേ? അതുപോലെ നമുക്കിപ്പോൾ എ കോസ് തീറ്റ ആണ് വേണ്ടെങ്കിൽ എന്തോന്ന് കിട്ടും? എ കോസ് തീറ്റ. അതായത് എ കോസ് തീറ്റ ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബി താഴോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്തോന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ബി എന്ന് വരും. ശരിയല്ലേ? ഇതാണ് എന്ത്? എ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എ കോസ് തീറ്റയും ബി കോസ് തീറ്റയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് എടാ ഇപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ എ എന്നിരിക്കട്ടെ, ഇത് നമ്മുടെ വെക്ടർ എ, ഇത് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും, ഇത് തമ്മിലുള്ള ആംഗിളാണ് ഈ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് റിസോൾവ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഈ എ വെക്ടർ കണ്ടോ, ഈ എ വെക്ടർ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ വെക്ടറിനെ ഇങ്ങനെയും പിന്നെ ഇങ്ങനെയും റിസോൾവ് ചെയ്യാമല്ലോ. ശരിയല്ലേ? ഈ വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഈ ഒരു കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ ഞാനിത് അങ്ങനെ റിസോൾവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാനിപ്പോൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അത് ഇങ്ങനെ ഒരു കോമ്പണന്റും ഓക്കെ, ഇത് ഇങ്ങനെ ഒരു കോമ്പണന്റ്, ഇത് ഇങ്ങനെ ഒരു കോമ്പണന്റ്. മനസ്സിലായല്ലോ? ഇനി അതിൽ ഇതാണ് എ എങ്കിൽ ഇത് തീറ്റ ടച്ച് ചെയ്യുന്ന ഈ കോമ്പണന്റ് ഏതായിരിക്കും? ഇത് എ കോസ് തീറ്റ ആയിരിക്കും. നമ്മൾ പഠിച്ചാണ്, റിസൊല്യൂഷന് പഠിച്ച അല്ലേ? ഇനി ഈ തീറ്റയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സൈഡാണ് ഏത്? സൈൻ തീറ്റ. അപ്പോൾ ഇത് ഏതായിരിക്കും? എ സൈൻ തീറ്റ ആയിരിക്കും. സോ ദിസ് ഇസ് എ കോസ് തീറ്റ. ഇത് കാണാൻ പറ്റുമോ? വേറെ കളറായിട്ട് വരയ്ക്കാം അല്ലേ? ഇത് എ കോസ് തീറ്റയും ഇത് എ സൈൻ തീറ്റ. ശരിയല്ലേ? അപ്പോൾ ഈ എ കോസ് തീറ്റയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കിയേ. ഈ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ബിൻ്റെ അതേ ഡയറക്ഷൻ അല്ലേ നോക്കിയേ. കാരണം ബി എങ്ങോട്ടാണോ എ കോസ് തീറ്റയും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ എക്ക് ഇപ്പോൾ രണ്ട് കോമ്പണന്റ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ ബിയുടെ ഡയറക്ഷനിലേക്ക് ഒരു കോമ്പണന്റ് ഉണ്ട്, പിന്നെ ബിയുമായിട്ട് പെർപെൻഡിക്കുലർ വരുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. അപ്പോൾ ഈ എ കോസ് തീറ്റ ആക്ച്വലി എന്താ? എ കോസ് തീറ്റ ഈസ് ആക്ച്വലി ദ കോമ്പണന്റ് ഓഫ് എ വിച്ച് ഇസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി. Okay, so a cos theta endana, this a cos theta is actually, it is a cos theta is the component of a along the direction alle, in the direction of b, in the direction of b. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു വേർഡും കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് വേറൊരു പേര് കൊടുത്തേക്കാണ് പ്രൊജക്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ കോസ് തീറ്റ ഈസ് ദ
A cos theta is the projection of A on B. കാര്യം മനസ്സിലായോ? അതായത് എന്താ ഉദ്ദേശിച്ചത്? എ എന്ന് പറയുന്ന വെക്ടറിന് രണ്ട് കോമ്പണൻറ്റ്, ഒന്ന് എ കോസ് തീറ്റയും പിന്നെ ഒന്ന് ഒന്ന് എ കോസ് തീറ്റയും പിന്നെ ഒന്ന് എ സൈൻ തീറ്റയും. അതിൽ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ബിന്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ പറയാം സർ എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കോമ്പണന്റ് ആണ് വിച്ച് ഇസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി. അല്ലെങ്കിൽ ഇതിനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതിനെ തന്നെ പറയുന്ന വേറൊരു രീതിയാണ് പ്രൊജക്ഷൻ. ദാറ്റ് ഈസ് എ കോസ് തീറ്റ ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. മനസ്സിലായോ? സോ എ കോസ് തീറ്റ ഇസ് ദ കോമ്പണന്റ് ഓഫ് എ ഓൺ ബി, അല്ലെങ്കിൽ എ കോസ് തീറ്റ ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആരുടെ ഏത് വെക്ടറിന്റെ പുറത്താണോ പ്രൊജക്ഷൻ വേണ്ടത് അതിനെ നമ്മൾ താഴെ എഴുതും. അതുമായിട്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? അതുപോലെ ബി കോസ് തീറ്റ എന്തായിരിക്കും ആലോചിക്കുക. നമുക്ക് തിരിച്ചും പറയാം. വേണമെങ്കിൽ ബി കോസ് തീറ്റ നമുക്ക് ബീനെ റിസോൾവ് ചെയ്യാം. അപ്പോൾ ബി ആണ് റിസോൾവ് ചെയ്യുന്നതെങ്കിൽ ഇത് വേണമെങ്കിൽ ബീനെ റിസോൾവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബി അല്ലേ? ഇതാണ് നമ്മുടെ ബി. കണ്ട? അപ്പോൾ ബീനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇത് ഒന്ന് ഇങ്ങനെ ഒരു കോമ്പണന്റ് വരും, ഇത് ഒന്ന് ഇങ്ങനെ ഒരു കോമ്പണന്റ് വരും. ശരിയല്ലേ? അതിൽ തീറ്റ ടച്ച് ചെയ്യുന്ന സൈഡ് എപ്പോഴും ബി കോസ് തീറ്റ ആയിരിക്കും, തീറ്റ ടച്ച് ചെയ്യാത്ത സൈഡ് ആയിരിക്കും ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ബീന്റെ ഈ കോമ്പണന്റ് ഈ ബി കോസ് തീറ്റ അല്ലേ ഇത്? ഈ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്റെ അതേ ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ കോമ്പണന്റ് ഏതാ? This is b cos theta. അപ്പോൾ b cos theta നോക്കുമ്പോൾ b cos theta is the component of b which is along the direction of b അല്ലേ? അപ്പോൾ b cos theta നമുക്ക് എങ്ങനെ എഴുതാം? b cos theta is actually b cos theta is the component of b which is in the direction of a, അല്ലെങ്കിൽ b cos theta is the projection of, it is the projection of b on a. ഓക്കെ? അപ്പോൾ ഇങ്ങനെ ഒരു ടേം കൂടി ഉണ്ടെന്ന് ഓർത്ത് വെക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ? ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവും കറക്റ്റായിട്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വെക്ടർ എ ഇസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ്പ്. ഓക്കെ? ഇനി വെക്ടർ ബി ഇസ് ഈക്വൽ ടു എന്തെങ്കിലും എടുക്കുക 3i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. ഇങ്ങനെയാണ് ഇരിക്കട്ടെ. ഓക്കെ? അപ്പം നമുക്ക് വേണ്ടത് ഫൈൻഡ് projection of A on B ആ വേണ്ടത്. ഓക്കെ? ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്റെ കമ്പോണന്റ് വേണം എടുക്കാൻ. ആരുടെ പുറത്ത്? ഓൺ ബി ആണ്. അപ്പോൾ ബിന്റെ പുറത്ത്. അപ്പോൾ എന്റെ കമ്പോണന്റ് ഓൺ ബി, അതായത് എ കോസ് തീറ്റ വേണ്ടത്. എന്റെ കമ്പോണന്റ് വേണം എടുക്കാൻ, കാരണം എന്റെ പ്രൊജക്ഷൻ ആ വേണ്ടത്. ആരുടെ പുറത്ത്? ബിന്റെ പുറത്ത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അതിൽ എന്റെ കമ്പോണന്റ് ആണ്, എന്റെ പ്രൊജക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ എ കോസ് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എ കോസ് തീറ്റ എന്തോന്ന് വരും? എ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ബിന്റെ മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ചെയ്ത് എത്ര കിട്ടും? സോൾവ് ചെയ്ത് വരുമ്പോൾ എ ഡോട്ട് ബി എടുത്ത് അപ്പോൾ 2 × 3 അല്ലേ? 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3 -1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 4 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ പ്ലസ് 3 × -1 പ്ലസ് 4 × 2 അല്ലേ? ഡിവൈഡഡ് ബൈ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തോന്ന് വരും? ബിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയറിന്റെ ഹോൾ റൂട്ട് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 3ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ. സോൾവ് ചെയ്ത് വന്നേ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് -3 അല്ലേ? 6 പ്ലസ് -3 plus 8 divided by root of 9 plus 1 plus 4 അല്ലേ? that is equal to 6 3 പോയാൽ 3 3 8 11 അല്ലേ? 11 divided by root of 14 എന്ന് വരത്തില്ലടാ, 14 എന്ന് വരും. കാര്യം മനസ്സിലായി? അപ്പോൾ എ കോസ് തീറ്റ എത്രയെന്ന് കിട്ടി? എ കോസ് തീറ്റ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 11/14 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. അപ്പോൾ ബി കോസ് തീറ്റ വേണം കണ്ടുപിടിക്കാൻ അല്ലേ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് ദ കോമ്പണന്റ് ഓഫ് എ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി. അപ്പോൾ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി, പാരലൽ ടു ബി, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി, അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓൺ എ, പ്രൊജക്ഷൻ ഓൺ ബി, അങ്ങനെയൊക്കെ ചോദിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ സെയിം ഇതേ ടോപ്പിക്കാണ്, ഇതേ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഓക്കെ?
വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കമ്പോണന്റ് ഓഫ് എ ഓൺ ബി. അപ്പോൾ കമ്പോണന്റ് ഓഫ് എ ആണ് വേണ്ടത് അലോങ് ബി. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് വേണ്ടത്. കാര്യം മനസ്സിലായല്ലോ? ആരുടെ കമ്പോണന്റ് ആണോ അതിൻ്റെ പ്രൊജക്ഷൻ എടുക്കേണ്ടത്, ആരുടെ പുറത്താണോ അതിൻ്റെ അലോങ് ഡയറക്ഷൻ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കമ്പോണന്റ് ഓഫ് എ ആണ്, അപ്പോൾ നമുക്ക് എ കോസ് തീറ്റ ആണ് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ അറിയാം നമുക്ക് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് എ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ബി എന്ന് വരത്തില്ലേ? ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താന്ന് വരും? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 × 1 + 3 × 1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 1 × സ്ക്വയർ + 1 × സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 ഡിവൈഡഡ് ബൈ ഇത് √2 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് 5/√2 എന്ന് വരും അല്ലേ? 5/√2. സോ എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 5/√2 എന്ന് കിട്ടി. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 10 സെക്കൻഡ് കൊണ്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കുറേ തവണ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വെക്ടർ തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് വെക്ടർ. ഓക്കെ, അതിൽ ഒന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല, എ ആണ്. അങ്ങനെയാണെങ്കിൽ എ ആണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഈ വെക്ടറും ഈ വെക്ടർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ആ എയുടെ വാല്യൂ വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടണ്ടേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് 0 എന്ന് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ എ കിട്ടിക്കോളും, കാരണം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് 0 ആണ് അല്ലേ? അപ്പോൾ 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 8k ക്യാപ് ഡോട്ട് 4j ക്യാപ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ഇത് ഇവിടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 4j ക്യാപ് കഴിഞ്ഞിട്ടാണ് 4i ക്യാപ് തന്നേക്കുന്നത്. സാധാരണ നമ്മൾ i കഴിഞ്ഞിട്ടല്ലേ j എഴുതുന്നത്. ഇവിടെ തെറ്റിക്കാൻ വേണ്ടി j കഴിഞ്ഞിട്ടാണ് i തന്നേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 4j ക്യാപ് മൈനസ് 4i ക്യാപ് ആണ്. ഓക്കെ, അത് തെറ്റിപ്പോയില്ല. അതിങ്ങനത്തെ ഒരു ട്രിക്കി ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. സോ 4i ക്യാപ് മൈനസ് 4i ക്യാപ് 4j ക്യാപ് മൈനസ് 4i ക്യാപ് പ്ലസ് a ക്യാപ് ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ i തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇവിടെ i ഇതാണ്, ഇവിടെ i ഇതാണ് കേട്ടോ, തെറ്റിപ്പോണ്ട. -4 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, -4 പ്ലസ് ഇനി j തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 4 എന്ന് വരും. പ്ലസ് ഇനി k മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × a ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പോൾ -8 പ്ലസ് 12 പ്ലസ് 8a ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ -8 പ്ലസ് 12 എത്രയാ? +4 അല്ലേ? അപ്പോൾ +4 പ്ലസ് 8a ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 8a ഇസ് ഈക്വൽ ടു -4 എന്ന് വരത്തില്ലേ? ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -4 എന്നാവും അല്ലേ? ഇനി a ഇസ് ഈക്വൽ ടു അപ്പോൾ -4/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1/2 എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, -1/2. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് വർക്കാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വർക്കാണ്, ഇവിടെ വർക്കാണ് ചോദിച്ചേക്കുന്നത്. ഒരു ബോഡിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ എന്ന് പറയും. പൊസിഷൻ വെക്ടർ നമ്മൾ പഠിച്ചിട്ടില്ല, അത് 1 ഡയമെൻഷൻ മോഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. തൽക്കാലം ഒന്ന് ഓർത്താൽ മതി. ഒരു ബോഡീൻ്റെ 2 പൊസിഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വർക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. വർക്കിൻ്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു F ഡോട്ട് ds ആണ്. ഓക്കെ, F ഡോട്ട് ds. ഓക്കെ, ഇനി ds നമുക്ക് തന്നിട്ടില്ല, അതിന് പകരം 2 പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഈ ഒരു ഇനീഷ്യൽ പൊസിഷൻ വെക്ടറും പിന്നെ ഒരു ഫൈനൽ പൊസിഷൻ വെക്ടറും. സോ ds കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ r ഫൈനൽ മൈനസ് r ഇനീഷ്യൽ ആണ്. അതായത് ഫൈനൽ പൊസിഷൻ വെക്ടറിനെ ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ഇത് RF ആണ്. ഇത് ഫൈനൽ പൊസിഷൻ വെക്ടറും ഇത് ഇനീഷ്യൽ പൊസിഷൻ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ds എന്ത് കിട്ടും? ds ഇസ് ഈക്വൽ ടു RF എത്രയാണ്? 14i ക്യാപ്പ് പ്ലസ് 13j ക്യാപ്പ് പ്ലസ് 9k ക്യാപ്പ് മൈനസ് 3i ക്യാപ്പ്
പ്ലസ് 2 j ക്യാപ്പ് മൈനസ് 6 k ക്യാപ്പ്. അപ്പോൾ മൈനസ് ചെയ്ത് അപ്പോൾ 14 മൈനസ് 3 11 അല്ലേ. അപ്പോൾ 11 i ക്യാപ്പ് പിന്നെ 13 j ക്യാപ്പ് മൈനസ് 2 k ക്യാപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു 13 2 11 അല്ലേ പ്ലസ് 11 j ക്യാപ്പ് എന്ന് വരും. ഇനി പ്ലസ് 9 k ക്യാപ്പ് മൈനസ് ഓഫ് മൈനസ് അപ്പോൾ അത് പ്ലസ് ആയി ഇപ്പോൾ. അപ്പം 9 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 15 അല്ലേ. അപ്പോൾ പ്ലസ് 15 k ക്യാപ്പ് എന്ന് വരും. ഇതാണ് ഡി എസ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇതാണ്. കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വർക്കാണ് വേണ്ടത്. വർക്കിൻ്റെ ഇക്വേഷൻ എഫ് ഡോട്ട് ഡി എസ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്. അതിൽ എഫ് വന്നിട്ടുണ്ട്. ഫോഴ്സ് എത്രയാണ്? ഇതാണ് ഫോഴ്സ്. ദാറ്റ് ഈസ് 4i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് ഡോട്ട് ഡി എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 11i ക്യാപ്പ് പ്ലസ് 11 j ക്യാപ്പ് പ്ലസ് 15 k ക്യാപ്പ്. ഓക്കെ. ഇനി i j k മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 into 11 പ്ലസ് 1 into 11 പ്ലസ് 3 into 15. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ 4 into 11 44 പ്ലസ് ഇത് 11 എന്ന് വരും പ്ലസ് 3 into 15 3 into 15 45 അല്ലേ. അപ്പോൾ 45 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ഇത് 44 പ്ലസ് 55 11 55 അല്ലേ. 55 പ്ലസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 അല്ലേ കിട്ടുന്നത്. പ്ലസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. 100 ജൂൾസ് വർക്ക് ആയതുകൊണ്ട് ജൂൾസ്. ഓക്കെ. സോ ഓപ്ഷൻ എ കിട്ടും 100 ജൂൾ. ഓക്കെ. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ എന്തായാലും പഠിപ്പിച്ചു തരാം. അപ്പോൾ പൊസിഷൻ വെക്ടറിനെ ഫൈനൽ ഇനീഷ്യൽ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് APMTൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് നീറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇപ്പം എന്താ വേണ്ടേ? വെക്ടർ എയും വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അത് തമ്മിൽ ഓർത്തോഗോണലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഓർത്തോഗോണൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലറിൽ ഡോട്ട് ചെയ്യുമ്പോൾ 0 അല്ലേ. അപ്പോൾ എയും ബിയും തമ്മിൽ ഡോട്ട് ചെയ്ത് 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. കാരണം ഓർത്തോഗോണലാന്ന് നമുക്കറിയാം. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ശരിയല്ലേ. അപ്പോൾ എക്ക് പകരം കോസ് ഒമേഗ ടി ഐ ക്യാപ്പ് അല്ലേ പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ്പ് ഡോട്ട് കോസ് ഒമേഗ ടി ബൈ 2 ഐ ക്യാപ്പ് പ്ലസ് സൈൻ ഒമേഗ ടി ബൈ 2 ജെ ക്യാപ്പ്. ഓക്കെ. വേണമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, സ്ഥലമില്ല. പ്ലസ് സൈൻ ഒമേഗ ടി ബൈ 2 ജെ ക്യാപ്പ്. ഓക്കെ. അപ്പോൾ ഇത് എ ഇത് ബി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്കറിയാം ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എന്തോന്ന് കിട്ടും? അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ബൈ 2 എന്ന് വരും. ഓക്കെ. പ്ലസ് ഇനി ജെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതും പിന്നെ ഇതും അല്ലേ. അപ്പോൾ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ബൈ 2 മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി ഇതുണ്ടല്ലോ ശരിക്കും ഇത് നമ്മൾ ഇനി കുറച്ച് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് കോസ് എ ഡോട്ട് കോസ് ബി പ്ലസ് സൈൻ എ ഡോട്ട് സൈൻ ബി ഫോർമാറ്റാണ്. അത് കോസ് എ മൈനസ് ബിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ അത് ട്രിഗ്നോമെട്രി നമ്മൾ പഠിക്കും. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ട്രിഗ്നോമെട്രി റൂൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ. ദാറ്റ് ഈസ് ഇത് കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അത് കോസ് എ മൈനസ് കോസ് ബിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിന് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം? ഇത് നമ്മുടെ എ ആണെന്നിരിക്കട്ടെ, നമ്മുടെ ബി ആണെന്നിരിക്കട്ടെ. അപ്പോൾ കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ഷോർട്ടായിട്ട് നമുക്ക് കോസ് എ മൈനസ് ബി ദാറ്റ് ഇസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി ബൈ 2 എ മൈനസ് ബി ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. കാര്യം മനസ്സിലായല്ലോ. ഇനി ഒമേഗ ടി മൈനസ് ഒമേഗ ടി ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അത് ഒമേഗ ടി ബൈ 2 തന്നെ കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ്
ഒമേഗ ടി മൈനസ് ഒമേഗ ടി ബൈ ടു, ഒന്നിന്ന് ഹാഫ് പോയാൽ മിച്ചോ ഹാഫ് തന്നെയല്ലേ, അപ്പോൾ ഒമേഗ ടി ബൈ ടു എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി കോസ് 0 ആവുന്നത് എപ്പോഴാണ്? കോസ് 0 ആവുന്നത് പൈ ബൈ ടൂലല്ലേ. അപ്പോൾ ഈ ഒമേഗ ടി ബൈ ടു എന്ന് പറയുമ്പോൾ പൈ ബൈ ടു ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോസിൻ്റെ വാല്യൂ സോൾവ് ചെയ്തപ്പോൾ 0 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഒമേഗ ടി ബൈ ടു പൈ ബൈ ടു ആണ്. ഇനി ഇതിൽ നിന്ന് 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ടി അല്ലേ വേണ്ട, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ഒമേഗ എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ഒമേഗ. ഇവിടെ കുറച്ച് ട്രിഗ്നോമെട്രി ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പഴയ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2015 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വെക്ടർ എയും വെക്ടർ ബി തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദമ്മ വേണ്ട. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ് അല്ലേ. എ ഡോട്ട് ബി കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ആംഗിൾ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്ന് വരും അല്ലേ. എ ഇൻറ്റു ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു ബി എന്ന് വരും. ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി എടുത്തേ. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് മൈനസ് 2 ഇൻറ്റു 3 ശരിയല്ലേ. ഡിവൈഡഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ അല്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് ബിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ അല്ലേ. ഇത് സോൾവ് ചെയ്തെടുത്തേ. അപ്പോൾ ദാറ്റ് ഈസ് 2 പ്ലസ് 4 മൈനസ് 6 അല്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇത് 1 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 4 പ്ലസ് 4 പ്ലസ് 9 എന്ന് വരും അല്ലേ. ഇനി ഇത് 0 ആയി പോകത്തില്ലേ. അപ്പോൾ ഇത് മൊത്തം അങ്ങ് 0 ആയി പോകത്തില്ലേ. ഇത് മൊത്തം അങ്ങ് 0 ആയി പോകുമല്ലോ. അപ്പോൾ കോസ് തീറ്റ നമുക്ക് മൊത്തം എന്തായി പോയി? 0 എന്നായി പോയില്ലേ. കാരണം ഇത് മൊത്തം ക്യാൻസൽ ആയി പോകും. 2 പ്ലസ് 4 മൈനസ് 6 പറയുമ്പോൾ 0 ആണ്. അപ്പോൾ കോസ് തീറ്റ 0 ആണ്. ഇനി കോസ് തീറ്റ 0 ആണെങ്കിൽ നമുക്കറിയാം കോസ് തീറ്റ 0 ആവുന്ന എപ്പോഴാണ്? തീറ്റയുടെ വാല്യൂ പൈ ബൈ 2 ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റയ്ക്കുള്ള എത്രയും കിട്ടി? പൈ ബൈ 2 അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, 90 ഡിഗ്രി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റിസൾട്ടൻറ്റ് ഓഫ് എ ആൻഡ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ. അങ്ങനെയാണെങ്കിൽ എ ബി തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? റിസൾട്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ എ പ്ലസ് ബി അല്ലേ. ഈ എ പ്ലസ് ബി റിസൾട്ടൻറ്റ് എന്ന് പറയുമ്പോൾ എയുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ആർ ഡോട്ട് എ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ശരിയല്ലേ. റിസൾട്ടൻറ്റ് ഇസ് എ പ്ലസ് ബി ആണ്. ഇനി റിസൾട്ടൻറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു എ എന്ന് പറയുമ്പോൾ ഈ റിസൾട്ടൻറ്റിനെ എ കൊണ്ട് ഡോട്ട് എടുക്കുമ്പോൾ 0 എന്ന് ഇട്ടണ്ടേ, എന്നാലല്ലേ പെർപെൻഡിക്കുലർ ആകത്തുള്ളൂ. ഇനി ആറിൻ്റെ പകരം നമുക്ക് എന്തൊന്ന് എഴുതാം? എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ. കാര്യം കത്തുന്നുണ്ടല്ലോ. റിസൾട്ടൻറ്റ് എയുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്, അതായത് അതിന് ഡോട്ട് എടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. ഇനി റിസൾട്ടൻറ്റ് നമുക്കറിയാം അത് എ പ്ലസ് ബി ആണ്. അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, അറിയാലോ. അപ്പോൾ എ ഡോട്ട് എ എന്ന് വരും. എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? എ ഡോട്ട് എ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് എ സ്ക്വയർ തന്നെയല്ലേ, അത് എ സ്ക്വയർ തന്നെയാണ്. പ്ലസ് എ ഡോട്ട് ബിക്ക് പകരം എന്തോന്ന് എഴുതാം? അത് എ ബി കോസ് തീറ്റ എന്ന് വരുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ എ ഡോട്ട് എ സ്ക്വയർ തന്നെയല്ലേ, സംശയമില്ലല്ലോ. കാരണം അതിന് മാഗ്നിറ്റ്യൂഡ് എ എന്ന് വരും, ഇവിടെ മാഗ്നിറ്റ്യൂഡ് എ വരും, കോസ് 0 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ തന്നെയല്ലേ വരുന്നത്, സംശയമില്ലല്ലോ. എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കോസ് തീറ്റ ആണ് വേണ്ട അല്ലേ. അപ്പോൾ സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഒരു എ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് എ ബൈ ബി എന്ന് വരും. കാര്യം കത്തുന്നുണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. സോ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, കോസ് ഇൻവേഴ്സ് മൈനസ് എ ബൈ ബി. ഓക്കെ,
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ എല്ലാ ഇക്വേഷൻസും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേറെ കുറേ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഇതിൻ്റെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഇസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, സോ താങ്ക് യു.